ഗായ്സ്. സോ ഞാൻ DC കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഞാനിപ്പോഴും ആ ഒരു DC കണ്ട ഒരു ത്രില്ലിൽ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ, മൂവി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ തോന്നും. അത്രയ്ക്കും എന്താ പറയുക, സൂപ്പർ മൂവി ആയിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെയിൻലി അത് റേറ്റഡ് മൂവിയാണ്. ഇറ്റ്സ് ബിക്കോസ് വയലൻസ്. നമ്മൾ ഇതിലപ്പുറം വയലൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു വയലൻസ് ചെയ്ത് തോന്നാത്തവർക്കൊക്കെ ഉണ്ടാവും. പക്ഷേ റേറ്റഡ് മൂവിയാണ്. അത്യാവശ്യം വയലൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് മൊത്തത്തിൽ മൂവി നമ്മളിങ്ങനെ ആ ഒരു ലൈക്ക് എനിക്കൊന്ന് 2 മണിക്കൂറും 20 മിനിറ്റ് എന്താണ് മൂവി ടൈം എന്ന് തോന്നുന്നു. അത്രയും ടൈം നമ്മൾ അതിൽ മുഴുകിയിരിക്കും. ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ എന്താ പറയുക, ആ മ്യൂസിക് ഒന്നും പറയണ്ട. ഓരോന്നായിട്ട് പറയണത് എനിക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ മ്യൂസിക്കിനെ പറ്റി ഇങ്ങനെ പറയാൻ ലൈക്ക് വേർഡ്സ് ഇല്ല. അതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ആക്ടിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ഭയങ്കര ഫേമസ് ആയ അങ്ങനെയൊന്നുമല്ല. എനിക്ക് കുറച്ച് നോൺ ഫേമസസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലോകേഷ്, വാമിക, അങ്ങനെ കുറച്ച് പേര്. പിന്നെ വില്ലനൊക്കെ കൊള്ളാം. മൊത്തത്തിൽ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി ഭയങ്കര സിമ്പിൾ സ്റ്റോറി എന്നൊക്കെ തോന്നാം. പക്ഷേ ഒരു റൊമാൻറ്റിക് ആയ ദ വേ ദേ ഷോ ദ റൊമാൻസസ് സംതിങ് ഡിഫറെൻറ്റ്. അത് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ മൂവിയുടെ ഒരു പ്രോമോയിലൊക്കെ ബ്ലഡി വാലന്റൈൻ, ആ സാധനം കറക്റ്റാണ്. ഒരു ബ്ലഡി റൊമാൻസ് അങ്ങനെ നമുക്ക് പറയാം. ആൻഡ് വാമിക, എൻ്റെ പൊന്നെ, ഓൾറെഡി ഹർ ഫാൻ. നമ്മുടെ ഗോദയൊക്കെ കണ്ടിട്ട് ഈ മൂവിയും കൂടെ ആയപ്പോൾ കിട്ടില്ലനായിട്ടുണ്ട്. ആളുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാലും ഒരു ലൈക്ക് ഒരു ആർക്കുണ്ട്. അത് കിട്ടില്ലനാണ്. എനിക്ക് പറയാൻ തന്നെ വേർഡ്സ് ഇല്ല. അത്രയും കിടിലൻ പെർഫോമൻസാണ് വാമിക്കയുടെ. ആൻഡ് ലോകേഷ് ഒബ്വിയസ്ലി ഡയറക്ടറാണ്. പുള്ളിയുടെ ഡയറക്ഷൻ ചെയ്ത മിക്ക പടം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നടനായിട്ട് വാവ് എന്ന് തോന്നിയാൽ അത്രയും അങ്ങനെ ഒരു ഫീൽ കിട്ടിയില്ലെങ്കിലും ഹി ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആക്ടിങ് വൈസ് വാമിക്കയുടെയാണ്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്, അതൊന്നും പറയാനില്ല. ആ മൂവിയുടെ ഒരു എസൻസാണ് മ്യൂസിക്. ഞാൻ നേരത്തെ പറഞ്ഞ മൂവി തുടങ്ങുന്ന മുതൽ ആ എൻഡിങ് വരെയുള്ള ആ മ്യൂസിക് ക്യാരി, ലൈക്ക് ആ മൂവി ത്രൂ ഔട്ട് ആ മ്യൂസിക്കാണ് ക്യാരി ചെയ്തേക്കുന്നത്. ഐ തിങ്ക് 15 സോങ്സ് എന്തോ അനിരുദ്ധത്തിന് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 12 to 15 എന്തോ. അത് എല്ലാത്തിനും ഒന്നിനും മെച്ചം. കാരണം നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ഇതാണ് കിട്ടില്ല. അപ്പോൾ അടുത്ത സാധനം വരുമ്പോൾ അയ്യോ ഇത് സൂപ്പർ. അങ്ങനെ ഓരോ ഇതിലും ഇപ്പോൾ നമുക്ക് ഇൻ്റർവൽ ബ്ലോക്ക് ആണെങ്കിലും എന്താ പറയുക, ഓരോ ആക്ഷൻ സീൻസ് ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും എല്ലാത്തിലും ഓരോ പാട്ടുകൾ വന്നിട്ട് നമുക്കത് ആ ഒരു എസൻസ് ലൈക്ക് ആ ഒരു മൂവീനെ സൂപ്പറായിട്ട് ക്യാരി ചെയ്തിട്ട്, ലൈക്ക് പൊതുവെ അനിരുദ്ധം ഒരു മൂവിയുടെ ഹൈപ്പും അല്ലെങ്കിൽ ഒരു മൂവീനെ മാസിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള മ്യൂസിക്സൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ഇത് എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മെച്ചം. ഒരു മൂവി തന്നെ ഫുള്ളായിട്ട് പുള്ളി ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. DCയുടെ സക്സസിന് ഏറ്റവും വലിയ റീസൺ അനിരുദ്ധാണ്. അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, ലൈക്ക് അനിരുദ്ധ എന്നൊരു എലമെൻറ്റ് ഓഫ് മൂവിയിലില്ലെങ്കിൽ അതൊരു വൻ മിസ്സിങ് ആയിട്ട് തോന്നും. അത്രയ്ക്കും കിടിലനായിട്ടാണ് അനിരുദ്ധിൻ്റെ മ്യൂസിക്. ഇറ്റ്സ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. കാരണം ഈ മ്യൂസിക്കിൻ്റെ എസൻസ് നമുക്ക് തിയേറ്ററിൽ കണ്ടതിൽ കിട്ടില്ല. OTTക്ക് കണ്ടതിന് അത് വേസ്റ്റ് ആവും. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. എല്ലാവരും പോയി കാണണം. കണ്ടവരും അഭിപ്രായം പറയണം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.